ഹലോ ഹലോ, ഇത് അബ്ദുൽ കരീം കളിയാണോ? ആ അതെ. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞങ്ങളെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ആ പിന്നെ ഇപ്പോഴത്തെ പുതിയ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എന്നിട്ട് എന്താണ് ഇപ്പൊ പുതിയ തരം യുക്തിവാദികൾക്കെതിരെയുള്ള നിങ്ങളുടെ പടം എന്താണ് പറയാ, പ്രതിഷേധമൊക്കെ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് അഷ്റഫ്. അപ്പൊ ഞാൻ ഇന്നലെ മിഞ്ഞാന്നാ മറ്റൊരു ഏതൊരു മുസ്താദായിട്ട് നിങ്ങളൊരു സംഭാഷണം കേട്ട്. നിങ്ങൾ തന്നെയാണോ സംസാരിച്ചത്? എന്താ അപ്പോ എന്ത് തെറിയാണ് പറയുന്നത് രണ്ടാളും അങ്ങോട്ടും അത് പോട്ടെ. എനിക്കൊരു ഒന്ന് രണ്ട്, ഞാനൊരു മതവിശ്വാസിയല്ലോ, പക്ഷെ നമ്മൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നൊരു മതവിശ്വാസിയാണ്. ഏതായാലും പരപ്പസുന്യല്ല, അല്ലാതെ പറഞ്ഞാൽ പോട്ട മുടിവെള്ളം വിറ്റ് അങ്ങനത്തെ സുന്യല്ല. ഒരു സംഘടനയായിട്ട് ബന്ധമൊന്നും, സംഘടന മുസ്ലിമല്ല, മുസ്ലിമാണ്, വിശ്വാസമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലെ മറ്റേ ഗോത്ര നിയമം എന്നൊക്കെ പറയില്ലേ, ഈ ഗോത്ര ഇതൊക്കെ പറയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത് നിങ്ങൾ ഏത് മുഹമ്മദ് നബി ഇപ്പൊ അറബിയരല്ല ജനിച്ചു, ഇപ്പൊ യൂറോപ്പിലാണോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ ജനിക്കുകയാണെങ്കിൽ അത് ഏത് ഗോത്രം ആയിരിക്കുന്നു അല്ലെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 6-ാം നൂറ്റാണ്ടിൽ ഗോത്രത്തിൽ ജനിച്ചാണോ പ്രശ്നം? അപ്പൊ അദ്ദേഹം നമ്മളെ മംഗലാപുരോ മറ്റേ എന്താണ് പറയാ, എറണാകുളമോ അല്ലെങ്കിൽ ചെർപ്പശ്ശേരിയോ പാലക്കാടോ മേമന ഇല്ലത്തോ അല്ലെങ്കിൽ ഒരു മംഗലശ്ശേരി ഇല്ലത്തൊക്കെ ജനിക്കുകയാണെങ്കിൽ അംഗീകരിക്കോ? ഇല്ല, നമ്മൾ അംഗീകരിക്കില്ല. പിന്നെ മംഗലശ്ശേരി ഇല്ല, മറ്റുള്ളവരെക്കാളും മറ്റേ താഴ്ന്ന ആൾക്കാരാണ്. പല ആൾക്കാർ ഒരാളെ ഗോത്രമാണോ, എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, അതല്ലല്ലോ വിഷയം. അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അല്ലേ നമ്മൾ നോക്കണ്ടേ? പല യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്ന കാര്യം 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗം, 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന്റെ നിയമം അനുസരിച്ച് സൗദി അറേബ്യയിൽ പോയി നിങ്ങളൊരു പെണ്ണിനെ തൊട്ടാൽ എന്തായിരിക്കും ശിക്ഷ എന്നൊക്കെ വല്ല ബുദ്ധിയുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ? അതായത് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഇപ്പൊ ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്താല് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊന്നാൽ, ഇപ്പൊ നമ്മൾ കാണുന്ന ഹത്രാസിലൊക്കെ ഇഷ്ടം പോലെ പറയും, UP-യിലൊക്കെ എത്ര കാലം ദിവസം ബലാത്സംഗം നടത്തി. ആ കുറ്റവാളികൾക്കൊക്കെ എന്ത് ശിക്ഷ കിട്ടുന്ന വല്ല ഐഡിയ ഉണ്ടോ? നമ്മളെ അംബേദ്കർ വെച്ച് പറഞ്ഞിരുന്നാണല്ലോ. അതേസമയം 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ഉണ്ടാക്കിയ നിയമം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇവിടെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് അവിടെ ഒരു പെണ്ണിനെ കൈക്ക് പിടിക്കാനുള്ള ധൈര്യമുണ്ടോ? അപ്പൊ ചില നിയമങ്ങൾ ഇപ്പോഴത്തെ നിയമത്തെക്കാൾ നല്ല അടിപൊളി നിയമമല്ല 6-ാം നൂറ്റാണ്ടിലെ. അപ്പൊ നമ്മളൊരു വിഷയം പറയുമ്പോൾ 6-ാം നൂറ്റാണ്ട് നിയമം, ഞാൻ ചോദിക്കണേ, 6-ാം നൂറ്റാണ്ടിലെ നിയമമായതുകൊണ്ട് മാത്രം ഇക്കാലത്ത് അപ്രസക്തമാണെന്ന് നമ്മളെങ്ങനെ പറയാം? അതുകൊണ്ട് ലോകത്തിൽ ബലാത്സംഗം അശേഷമില്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ. അത് നിങ്ങൾ ആ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾ കാണാത്തത്? നിങ്ങളൊരു മാന്യമായ ഞാൻ ആരിഫ് ഹുസൈനോട് ചോദിക്കില്ല, ലിയാഖത്തോട് ചോദിക്കൊന്നുമില്ല. നിങ്ങളൊരു മാന്യമായ യുക്തിവാദി എന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ ജനുവിനായ യുക്തിവാദി, നമ്മൾ മൈത്രേനെ പോലെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളോട് സംസാരിക്കുന്നത് അല്ല, ബലാത്സംഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനല്ല. ഇപ്പൊ റേപ്പ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ റേപ്പ് നടന്നാൽ ആ ഇന്ത്യയിലൊക്കെ നിയമത്തിൽ നൂലാമാലകൾ എങ്ങനെ എത്ര തെരുവ് കൊടുത്താൽ ചിലപ്പോൾ 5-6 അകത്ത് കയറുന്ന പുറത്തേക്ക് വരും, വീണ്ടും അടുത്ത ബലാത്സംഗം ചെയ്യാൻ വരും, അല്ലെങ്കിൽ കൊല്ലാൻ വരും. പക്ഷെ മുഹമ്മദ് നബിയുടെ നിയമം അനുസരിച്ച് സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ അവന് വധശിക്ഷ നിർബന്ധം. അവൻ പിന്നെ ജീവനോട് പുറത്തേക്കില്ല. അതുകൊണ്ട് അവിടെ ബലാത്സംഗമല്ല. അപ്പൊ ചില നിയമങ്ങൾക്ക് ചില പിന്നെ കുറ്റകൃത്യം ഇല്ലാതാക്കാൻ ചില നിയമങ്ങൾ ഉപകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചത് മുഹമ്മദ് നബിയുടെ 6-ാം നൂറ്റാണ്ടിലെ മുഴുവൻ കാര്യങ്ങളും വഞ്ചത്തരമാണ്, മോശത്തരമാണെന്ന് പറയാൻ പറ്റുമോ സഹോദര? നിങ്ങൾ എന്ത് വർത്തമാനാണ്? 6-ാം നൂറ്റാണ്ടിലെ മുഴുവൻ ഒന്നും വേണ്ട. അദ്ദേഹം വെച്ച ശക്കാത്തി വ്യവസ്ഥ മാത്രം നോക്കിയാൽ മതി. ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തില് വിശ്വാസം കൊണ്ട്, അതായത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നാണ് സക്കാത്ത്. നമ്മുടെ സമ്പത്തിന്റെ പ്രവീതം കൊടുക്കാണ്. വേറെ ഏതെങ്കിലും ലോകത്തെ ഒരു ആശയോ ആദർശോ അല്ലെങ്കിൽ ഒരു മതമോ ഇങ്ങനെ ഒരു നിയമം വെച്ചായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇപ്പൊ ഞാനിപ്പോ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർക്ക് പോകാൻ താല്പര്യം യൂറോപ്പിലേക്കാണ്. അത് എന്തുകൊണ്ടാണ് സൗദിക്ക് പോകാൻ താല്പര്യമില്ല? സൗദിയിൽ നിന്ന് ഒരുപാട് ആൾക്കാര് മറ്റുള്ള രാജ്യത്തേക്ക് പോവാണ്. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇനി സൗദിയിലേക്ക് പോയാല ഇനിയിപ്പോ നമ്മൾ മറ്റേ കൂടുതൽ മെച്ചമുള്ള വേതനം തേടി പോകും. ഉദാഹരണം, യൂറോപ്പിൽ കിട്ടുന്ന വേതനം സൗദി പോവാണെങ്കിൽ സൗദി തന്നെ പോകും. മുന്നുള്ളപ്പോ സൗദിയിലൊക്കെ നല്ല എല്ലാ മേഖലയിലും നല്ല വേതനമല്ല. അവിടെ ആസ്പത്രി മേഖലകളിൽ അങ്ങനത്തെ നല്ല നല്ല കമ്പനികളൊക്കെ നല്ല വേതനമുണ്ട്. ഉദാഹരണം ഇപ്പൊ ഡ്രൈവർ, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു പൊറാട്ടക്കാരന് സൗദി അറേബ്യയിൽ ഇപ്പൊ ജിദ്ദയില് ഒരു പൊറാട്ട അടിക്കുന്ന 4000-3000 റിയാലാണ് സ്റ്റാർട്ടിങ് ശമ്പളം. എന്നാൽ ഇതേ പൊറാട്ടക്കാരൻ ദുബായിൽ കൊടുക്കുന്ന 1500 ആണ്. 1500 ടോപ്പ് ശമ്പളം എന്ന് പറയുന്നത്.
അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ GCC രാജ്യങ്ങളിൽ ഏറ്റവും നല്ല ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങൾ ഒന്നാണ് സൗദി അറേബ്യയിൽ ജിദ്ദ. ജിദ്ദയിലാണ് ഏറ്റവും ടോപ്പ് ശമ്പളം. നമ്മൾ ഇങ്ങനത്തെ അതായത് അടിസ്ഥാന ജോലികൾക്ക്, നല്ല ജോലികൾക്കില്ല. അതേസമയം മറ്റേ പൊറോട്ട അടിക്കാരൻ ജിദ്ദയിൽ 1500 ദിർഹംസ് ശമ്പളം ഉണ്ട്. അല്ല, 1500 3000 സ്റ്റാർട്ടിംഗ് ശമ്പളമാണ്. 3000 ഇന്ത്യൻ മണി 60,000. അത് ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ ജിദ്ദയിൽ 20 കൊല്ലം ജീവിച്ചതാണ്. അതുകൊണ്ട് പറയാം ഇതേ ജോലി പൊറോട്ട ഞാൻ പൊറോട്ട അടിക്കണം. അത് ഇതേ ജോലി നിങ്ങൾ ഇവിടെ നോക്കി, നമ്മൾ ദുബായിൽ നോക്കി. ദുബായ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 സിറ്റിയാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷെ ദുബായിൽ പൊറോട്ട അടിക്കാൻ ഇരുന്ന ഒരു 1500 1600, കൂടിപ്പോയാൽ 1800, 36,000. സൗദി അറേബ്യയിൽ 60,000. സൗദി അറേബ്യയിൽ മോശം നല്ല ശമ്പളം തന്നെ കിട്ടുന്നത്. ഇപ്പൊ ചോദിക്കോട്ടെ, സൗദിയിലെ മറ്റേ ഇസ്ലാമും പിന്നെ ഈ ദുബായില് മതം വേറെ വേണോ? അങ്ങനെ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ശമ്പളത്തിന്റെ കാര്യം അത് ഓരോ രാജ്യത്തിന്റെ ദുബായിൽ മുതലാളിത്തെ വ്യവസ്ഥ കുറച്ച് കൂടുതലാണ്. മുതലാളികൾക്കാണ് നടക്കുന്ന അങ്ങനത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇപ്പൊ കാർ വാഷ് ചെയ്യണമെങ്കിലും കമ്പനി നമ്മളെ വിഷയത്തിൽ നിന്ന് വിട്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് സക്കാത്ത്, നമ്മള് സക്കാത്ത് എന്നാണ് ഉദാഹരണം പറ. അല്ല, ഞാനതൊരു ഉദാഹരണം പറഞ്ഞാണ് മുഹമ്മദ് നബിയുടെ ബലാത്സംഗം ഒന്നും പിടിക്കാൻ, സക്കാത്തും പിടിക്കാം. അപ്പൊ നമ്മള് മറ്റേ ഈ എന്താണ് ദുബായിൽ പോയാൽ അങ്ങനെ ഞാൻ നിങ്ങൾ 6ാം നൂറ്റാണ്ട് ഗോത്ര നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഒരാളെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല, ഇപ്പൊ നബി ജീവിച്ച പോലെ, അല്ല മുഹമ്മദ് നബി ജീവിച്ച പോലെ ഇപ്പൊ ആരാണ് ജീവിക്കുന്നത്? ഒരാളെ കാണിക്കാൻ പറ്റും. അത് ആ 1500 കൊല്ലം ലൈഫല്ല. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? അതിന് മോശപ്പെട്ട ജീവിതം ഇപ്പൊ കേരളത്തിൽ ജീവിക്കില്ല. എപ്പോഴും ആൾക്കാർ ജീവിക്കില്ലേ? അതിന് മോശപ്പെട്ട രീതിയിൽ ഇവിടെ ജീവിക്കില്ലേ? അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നത് 40 വയസ്സ് വരെയൊന്നും അതിനത്ര. കാരണം അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. പാപ്പല്ലാതെ ഇന്നല്ലാതെ അങ്ങനെ ജനിച്ച് വളർന്ന അദ്ദേഹം ലോകത്തിന്റെ നായകനായി. എവിടെ വരാൻ തോന്നുന്നു വെറും ഒട്ടകത്തിന്റെ മൂത്രവും ഒട്ടകത്തിന്റെ കാഷ്ടത്തിന് ഇടയിൽ ജീവിച്ചിട്ട് ഒരു ജനവിഭാഗത്തെ അന്നത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യത്തെ അതുകൊണ്ട് മൈക്കൽ എച്ച് ഹാർട്ടിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ കാരണങ്ങളുണ്ട്. നമ്മളെ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫ് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ അത് നമ്മള് സംഗതിയാണ്. നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. 16ാം നൂറ്റാണ്ടിൽ അറേബ്യയെ മാറ്റിമറിച്ച ഒരാളാണ് എന്താണ് മുഹമ്മദ് നബി. പറഞ്ഞേക്ക് ആ സാധനം ഉണ്ട്. മറ്റേ മൊബൈൽ ഫോണിൽ നോക്കിയ വളരെ എന്താണ് വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഒരുപാട് പേർ നോക്കിയ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്ന വസ്തുതയാണ്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ള മൊബൈൽ നോക്കിയല്ല, ആ പഴയ ഒരു മറ്റേ മരക്കഷ്ണം പോലത്തെ സാധനം ഇല്ല നോക്കിയ. ആ സാധനം ഇപ്പൊ ആരുടെ കയ്യിലും ഇല്ല. കാരണം അതിനേക്കാളും പുതിയ സാധനങ്ങൾ വന്നു. ഇപ്പൊ ഞാനൊരു കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി കൊണ്ടുവന്ന ആശയത്തെക്കാൾ അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തെക്കാൾ ആദർശത്തെക്കാൾ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് മുന്നിൽ ഒരു യുക്തിഭദ്രമായ രീതിയിലൊരു ദൈവസങ്കല്പത്തെ കൊടുത്തു എന്നുള്ളതാണ്. ഞാനതാ മനസ്സിലായത്. ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ ചർച്ച, അത് വേറെ ചർച്ച. ദൈവം ഉണ്ടോ ഇല്ലെന്നല്ല. പക്ഷെ ജനങ്ങൾക്ക് കുറച്ചും കൂടി യുക്തിഭൂതമായ ഒരു ദൈവത്തെ സമീപിക്കാൻ കഴിയുന്ന ഇസ്ലാം അവതരിപ്പിച്ച ദൈവമാണ്. വേറെ എല്ലാ മതങ്ങളും അവതരിപ്പിച്ച ദൈവങ്ങളെ നോക്കി ഒരടിസ്ഥാനമില്ല. തലയും പാടില്ലാത്ത. പക്ഷെ മുഹമ്മദ് അവതരിപ്പിച്ച് വളരെ മനോഹരമായ ഒരു ദൈവസങ്കല്പം. മുഹമ്മദ് നബി പറഞ്ഞെന്ന് വെച്ചാല് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു ദൈവം ഒരാളോടെ വന്നങ്ങാണ്ട് പ്രപഞ്ചം ഉണ്ടാക്കി നല്ല പറഞ്ഞത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ പേരാണ് അള്ളാഹു. ആ സൃഷ്ടാവ് ആരാണോ അവനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് മുഹമ്മദ് നബി നമ്മളെ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആകാശത്തൊരു ദൈവമുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് അള്ളാഹു, ആ അള്ളാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിലൊരു ദൈവം ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ദൈവം ആരാണോ അവനാണ് അള്ളാഹു. ആ ഒരു വിവരം മനുഷ്യർക്ക് പകർന്നു നൽകുന്ന ഒരു വലിയൊരു ആദർശവാദിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രബോധനങ്ങളും എല്ലാം പിന്നെ നിയമങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നു. നിങ്ങൾ സക്കാത്ത് നിന്നിട്ട് എവിടൊക്കെ പോയി? നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ സാറൊന്നുമല്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ബഹുമാനപൂർവ്വം ഇഷ്ടമല്ല. ഇപ്പോഴുള്ള നിങ്ങളുടെ നിലപാടിനോട് എനിക്കൊരു യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സക്കാത്ത് എന്ന് പറയുമ്പോ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റേ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് തൊഴിലില്ല. അപ്പൊ എന്ത് അറിയോ? സർക്കാർ അയാൾക്ക് ഒരു ശമ്പളം കൊടുക്കും. ശമ്പളം എന്ന് പറഞ്ഞാല് മറ്റേ നക്കാപ്പിച്ചൊന്നുമല്ല. അയാൾക്ക് ഒരു കുടുംബത്തിന്റെ വാടക, ഒരു വീട്ടിന്റെ വാടക, ഒരു കുടുംബം പോറ്റാൻ, ഒരു കുട്ടീനെ പോറ്റാനുള്ള, അയാൾക്ക് 2 കുട്ടികളുണ്ട്, 2 കുട്ടികളെ പോറ്റാനുള്ള
ശമ്പളം സർക്കാർ കൊടുക്കും. മാത്രമല്ല അവർക്ക് താല്പര്യമുള്ള ജോലി അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് നല്ല അതിനുള്ള ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവർക്ക് ജോലിയാകുന്നത് വരെ സർക്കാർ എന്ത് ചെയ്യും? ശമ്പളം സൗദി കൊടുക്കണ്ടല്ലോ. അത് സൗദി കൊടുക്കണ്ടല്ലോ. സൗദിയില് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോ മറ്റേ ഈ കൊടുക്കുന്നുണ്ട്. അല്ലല്ല, അവിടെ എങ്ങനെ വെച്ചാല് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരാൾക്ക് ജോലി കിട്ടുന്നവരെ 2000 റിയാൽ ഒരു വർഷച്ചെലവിൽ കൊടുക്കുന്നുണ്ട്. അറിയാതെ വന്നാൽ ഇവിടെ 40,000 റുപ്യ കൊടുക്കുന്നുണ്ട്. അവിടെ മതി, അവിടെ പൈസ മതി, സുഖം ജീവിക്കാം. ഇസ്ലാമിലാക്കിയിട്ടല്ലോ, അവർക്ക് നല്ല പെട്രോൾ പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരിൽ ഇഷ്ടം പോലെ പൈസ അതുകൊണ്ട് കൊടുക്കുന്നു. അത് വേറെ കാര്യം. അവര് അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, ഇപ്പൊ പാലസ്തീനിൽ ഒരുപാട് വ്യവസ്ഥ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സക്കാത്ത് വ്യവസ്ഥ അതേ നല്ല നിലവാരത്തിൽ വളരെ വിജയകരമായി ഇപ്പൊ കേരളത്തിൽ തന്നെ സമ്പന്നരുടെ പൈസ മുസ്ലിങ്ങളെ വീതിക്കാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അത് വേറെ കാര്യം. സക്കാത്ത് കൊണ്ട് ദാരിദ്ര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് ആൾക്കാർ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് അന്ന് ഈജിപ്ത് ഗവർണറുടെ പേരും ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടേക്ക് സക്കാത്തിന്റെ വീതം വാങ്ങാനാണില്ല. അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസും ഉമറും തമ്മിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച ആൾക്കാരാട്ടോ. അല്ല ഉമർ മക്കയിൽ ഖിലാഫത്ത് നടത്തുന്ന സമയത്താണ് അവരെ ഉമറിന്റെ ഗവർണറായാലും ഈജിപ്തിലെ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അത് നിങ്ങൾക്ക് മറ്റേ നിങ്ങൾ തെറ്റായിട്ട് പറയുന്നതാണ്. ഉമറിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൽ ഉമർ അബ്ദുൽ അസീസ് താബിയാണെന്നുള്ള സംശയമാണുള്ളത്. അതായത് 100 വർഷം കഴിഞ്ഞിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വരുന്നത്. ആളൊരു ഉമവി ഭരണാധികാരി. ചരിത്രം എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് സക്കാത്ത് വീതം കൊടുത്തയച്ചു തിരിച്ചയച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസ്. കാരണം ഇവിടെ ദരിദ്രമില്ല, ഇവിടെ എല്ലാവരും സമ്പന്നരായെന്ന് പറഞ്ഞുകൊണ്ട്. കഥകളിപ്പോ നമുക്കെന്തും പറയാലോ. അല്ല, കഥകളിപ്പോ നമുക്കെന്തും പറയാം. ചരിത്രമാണ്, ഇസ്ലാമിക് കഥയല്ല, ചരിത്രമല്ല. ചരിത്രമാണല്ലോ. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ചരിത്രമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ ദിമ്മി എന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമിന് 2% കൊടുത്താൽ മതി. ദിമ്മി എന്ന് പറഞ്ഞാൽ മറ്റേ ആ മുസ്ലിം അയാൾക്ക് ഭരണാധികാരി നിശ്ചയിക്കുന്ന മറ്റേ ടാക്സ് കൊടുക്കണം. അപ്പൊ അയാൾക്ക് കൃഷി നടത്തിയിട്ട് അല്ല, അത് മുസ്ലിമിനല്ല. അല്ല, ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പോ കേരളത്തില് പറയുകയാണെങ്കിൽ ഇപ്പൊ BJP സർക്കാർ വന്നു അങ്ങനെ ഈ കാലഘട്ടത്തിലൊന്നും സംഭവിക്കുക. ആ കാലഘട്ടം ഒക്കെ പോയി. അതിനിപ്പോ അങ്ങനെ ഒരു ഹൈന്ദവ സർക്കാർ പറയാണ് മറ്റേ ഹിന്ദുക്കളുടെ 2% മറ്റേ ഇത് വരുമാനം കൊടുത്താൽ മതി, മുസ്ലിങ്ങൾ 60% കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റുമോ? അല്ല, ഒരേപോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയമാരുടെ കാലത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു. ഇല്ല. ഇസ്ലാമിന്റെ കാലത്ത് അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ദിമ്മിയത്ത് മറ്റേ ദിമ്മികൾക്ക് ജിസിയ കൊടുക്കണം. ജിസിയ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി നിശ്ചയിക്കുന്നതാണ്. ചില ആൾക്കാർ 50% പറയും, ചില ഭരണാധികാരികൾ കൂടുതൽ പറയും. ഇവിടെ മുഗൾ കാലഘട്ടത്തിലെ ഹിന്ദുക്കൾ വളരെ സംതൃപ്തരായിരുന്നു. മുഗളന്മാര് യഥാർത്ഥ മുസ്ലിം ആയിരുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. അങ്ങനല്ല, വേറെ എവിടെയാണ് ക്രിസ്ത്യൻസായിട്ട് മുസ്ലിം കാര്യമായിട്ട് ഭരണം നടത്തിയിട്ടില്ലല്ലോ. മുസ്ലിങ്ങൾ 90% ഇസ്ലാം ഉള്ളപ്പോ തന്നെ അല്ല എല്ലാ ആൾക്കാരും ക്രിസ്ത്യൻ ആയിരുന്നു. അല്ല, ഇവിടെ ഇപ്പുറത്ത് സിന്ധു മുതൽ അപ്പുറത്ത് മറ്റേ യൂറോപ്പിലെ സ്പെയിൻ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം. അവിടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടാവും. വെറുതെ നമ്മൾ സംസാരിച്ച കാര്യമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അപ്പൊ സക്കാത്ത് ഇപ്പൊ നമ്മളെ മെയിൻ പ്രശ്നം ഈ സക്കാത്തും ജിസിയയിലാണ്. അതായത് ഒരു മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഇപ്പൊ മറ്റേ എന്താണ് വ്യത്യസ്തമായിട്ട് പെരുമാറുന്ന ഒരവസ്ഥ. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ദുബായിലൊക്കെ അനുഭവിച്ചാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടുത്തെ ലോക്കൽസിന് പ്രത്യേക പരിഗണന. ഒരു ലോക്കൽസ് ഞാനും മറ്റേ പൈസന്റെ പ്രശ്നത്തിൽ അടിയുണ്ടായപ്പോ അവരെ പൗരന്മാരെ പിന്നെ അവര് പരിഗണിക്കില്ല. ഇസ്ലാമിന്റെ നിയമമൊന്നല്ല, അത് ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ട്. ഇസ്ലാമില് മറ്റേ ഇസ്ലാമിൽ ഖുറാനിൽ തന്നെ കാര്യങ്ങളൊക്കെ സെയിമാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സൗദി അറേബ്യയിൽ പിന്നെ അവസാനം ഒരു 3 അറബിൻ ചെറുപ്പക്കാരെ വധശിക്ഷ വിധേയരാക്കി. കാരണം എന്താ വെച്ചാല് ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു മലയാളി യുവാവിനെ കൊന്ന്, അതായത് മധ്യവയസ്കനെ വെടിവെച്ച് വന്നതിന്റെ പേരിൽ 3 സൗദി യുവാക്കളെ വധശിക്ഷ വിധേയമാക്കി. അതായത് സൗദി പൗരത്വമുള്ള
20-നും 26-നും വയസ്സിനടുത്ത് പ്രായമുള്ള 3 അതുണ്ട്. അത് ഈ കൊലപാതകത്തിലൊന്നും പിന്നെ സർക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ പറഞ്ഞാൽ അത് അവരൊരു സിമ്പതി കാണിക്കും. പോർച്ചുഗീസ് അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ അനുഭവമുണ്ട്. ഒരു അറബി ഒരു വിശ്വാസം നമ്മൾ അറബിക്കെതിരെ പരാജയിച്ചു എന്നാൽ അവർക്കാണ് പരിഗണന. അതെന്താ വെച്ചാൽ മതത്തിന്റെ ഏവല്ലത്. അത് അവരെ രാജ്യത്തെ പൗരന്മാർ അവർ പഠിക്കണം. ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അത് മതമല്ല. ഞാൻ മർക്കസിൽ 5 വർഷം പഠിച്ചാണ്. നിങ്ങൾ കോഴിക്കോട് നില വിളിക്കുന്നല്ലേ? അപ്പൊ ഞാൻ മർക്കസിൽ 5 വർഷം പഠിച്ചാണ്. അവിടെ എത്തിങ്ങാനയില് ഒരു മുസ്ലിമിനെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു എത്തിങ്കാനയിലും മുസ്ലിങ്ങളെ കേറ്റാറില്ല. ഇല്ലേ? കേറ്റാറില്ല. അപ്പൊ ഇതന്നെയാണ് ഗോത്രീയത. പാടില്ലാണ് ഇസ്ലാമിന്റെ റൂൾ അനുസരിച്ച് എത്തിങ്ങാനാണ് പാടില്ല. കാരണം എത്തിമക്കൾ നോക്കേണ്ടത് കമ്മിറ്റിയല്ല, കുടുംബത്തിന്റെ കാരണവന്മാർ. അതായത് വാപ്പ മരിച്ചാൽ കുട്ടിനെ നോക്കേണ്ട ഇസ്ലാമികപരമായുള്ള ബാധ്യത. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. എന്റെ അഭിപ്രായത്തില് വാപ്പ മരിച്ച കുട്ടീനെ നോക്കേണ്ട ഉമ്മയാണ്. അപ്പൊ ആ ഉമ്മ ഇപ്പൊ ഈ കുട്ടീനെ നിങ്ങൾ എത്തിങ്ങാനിൽ കൊണ്ട് ഉമ്മ എങ്ങനെ ജീവിക്കും? അങ്ങനെയല്ല. റസൂലിന്റെ കാര്യം എടുക്കാം. റസൂലിന്റെ വാപ്പ മരിച്ചപ്പോ ആരാ നോക്കി? വാപ്പയെ നോക്കി, വല്യാപ്പയെ നോക്കി. അതിനും ആ കാലഘട്ടത്തിൽ ഇസ്ലാമില്ലല്ലോ. എത്തിങ്ങാറ അതായത് നമ്മളിപ്പോ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിൽ എത്തിങ്ങാറ എഴുതി വെക്കാൻ പാടില്ല. ഒരു കുട്ടിന്റെ മുഖത്ത് എത്തി എന്നുള്ളൊരു ഭാവഭേദത്തോട് തമാശ പോലും നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കർശനമായ നിയമം. അതായത് അനാഥകളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് പ്രവാചക വചനാണ്. അങ്ങനെയുള്ള പ്രവാചക വചനം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് എവിടെയാന്നുള്ളത് മറ്റുള്ളവരൊക്കെ പ്രവാചക നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ എന്ത് ചെയ്താൽ മതിയോ? ഈ മറ്റേ ഹസൻ പന്തേന്റെ പേര് യൂസുഫുൽ കർലാവിന്റെ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു വലിയൊരു അതിസമാഹാരം. നിങ്ങളൊരു കാട്ടുമുജീദാണല്ലേ? നിങ്ങൾ മുജീദാണ്. അല്ല അങ്ങനൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ സംഘടനാ മുസ്ലിം അല്ലാണ്. സംഘടനാ മുസ്ലിം അല്ല. സൗദിയിൽ പോയിട്ട് പിന്നെ മറ്റേ ദർഗലൊന്നും പോയില്ല. സൗദിയിൽ എന്റെ ജോലിക്കല്ലേ പോയത്. ദർഗ അതല്ലേ പറഞ്ഞ നിങ്ങൾ മുടിവെള്ളം വിറ്റതിനെതിരെ ഞാൻ പറഞ്ഞല്ലോ. മൈക്കിൾ ജാക്സന്റെ അതായത് മൈക്കിൾ ജാക്സന്റെ മുടി കൊണ്ടുപോകുന്ന ഇതിന്റെ വെള്ളം എന്ന് പറഞ്ഞ വിറ്റ കച്ചവടമൊക്കെ നമുക്കറിയാം. അതിലൊന്നും നമ്മൾ ചേർന്നില്ല കേട്ടോ. അതാണ് പറയുന്നത്. ഇസ്ലാമിന്റെ അകത്തന്നെ ഒരു വിപ്ലവം ആവശ്യമാണ്. മൂസാനബിന്റെ ദൗത്യമാണ് ശരിക്കും. മൂസാനബിന്റെ ദൗത്യമാണ് ശരിക്കും ഈ കേരളത്തിലെ ശരിക്കും യഥാർത്ഥ ഒരു ഇസ്ലാം വേണ്ടതിന് വേണ്ടത്. ഇതന്നെയാണ് RSSകാരും പറയുന്നത്. അവർക്ക് ജാതി ഇല്ലാതാക്കിയാൽ മതി. പക്ഷെ മറ്റേ ഹിന്ദു മതം ഇല്ലാതാക്കണ്ട. അവർക്ക് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതില്ലാതാക്കിയാൽ മതി. അങ്ങനെ സംഘടനാ മുസ്ലിം അല്ല ഞാൻ തെറ്റിദ്ധാറുണ്ടെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ പേര് പറഞ്ഞുതരാം. ദയവിട്ട് വായനാശീലം. ഞാൻ ആദ്യം കുറെ കാലം മുജാഹിദൊക്കെ ആയിട്ട് നടന്നു. അങ്ങനല്ല, IPHന്റെ ഒരു പുസ്തകമുണ്ട് യൂസുഫ് കർലാവിന്റെ വിധിവിലക്കോ അനുസരിച്ച് നോക്കി തരാം. അതൊന്നും ചിലപ്പോൾ അത് നിങ്ങൾക്ക് റെന്റിന് കിട്ടും വായിക്കാൻ. അതൊന്ന് വായിക്കാം. എന്നാൽ ഇസ്ലാമിക് ശരീരത്തിലെ കുറെ റൂൾസും നിയമങ്ങളും കാര്യങ്ങളും വിശദമായി. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങളിവിടെ ഇപ്പോ മംഗലാപുരത്ത് ഇപ്പൊ ഒരുത്തന്നെ തല്ലിക്കൊന്ന് മറ്റേ രാജ്യത്ത് അത് അതിന് വേറെ പ്രശ്നം ഉണ്ടോ? അത് നിങ്ങൾ സത്യാസം പറയാം. ഞാൻ ഉദാഹരണം പറയാം. അത് അവിടെ ഇവനും അവിടെ ഉള്ള ഒരു സംഖ്യയായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ വാക്കേറ്റ പ്രശ്നങ്ങളൊക്കെ നടന്നു. അപ്പൊ അവരെന്ത് ചെയ്ത് ഇവനിട്ടൊരു പണി കൊടുക്കാനുള്ളവർക്ക് അവൻ കുറച്ച് സംഖ്യയിലായിട്ട് പോയപ്പോ അവരെ വിളിച്ചെത്തിക്കണം. ഇപ്പൊ എന്താ പാകിസ്ഥാൻ മിതവാക്യം വിളിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നാണ്. അതല്ലെങ്കിൽ എന്തായാലും ആരെയും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ തെളിവ് വേണ്ടേ? എന്തൊക്കെ ഒരാളെ കൊന്നതിന് ശേഷം പാകിസ്ഥാൻ മിതവാക്യം വിളിച്ചവൻ പറയാൻ പറ്റുമോ? അതാണ് നടന്നെന്ന് മനസ്സിലാക്കുന്നത്. അതന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഈ സൗദിയില് ഇപ്പൊ നബിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു അന്ധനായ ഒരു മനുഷ്യൻ മറ്റേ തന്റെ അടിമയെ, അതും തന്റെ കുട്ടിയെ പ്രസവിച്ച അടിമ, 2 കുട്ടികളെ ഉമ്മുൽ വലതാണ്. അപ്പൊ ഉമ്മുൽ വലതിന് എന്ത് ചെയ്തു? കൊന്നു. മറ്റേ ആ സ്ത്രീയുടെ പള്ളയില് കത്തി കയറ്റിട്ട് കൊന്നു. ഇത് ഹദീസിലാണ്. അതിന് പരിഹാരം പറഞ്ഞത് സർവത്ത് സൗലത്തിന്റെ ഇസ്ലാമിക സംഘടിത ചരിത്രം അല്ല, ഇത് ഹദീസാണെന്ന്. ഇത് സഹിഹായ ഹദീസാണ്. സഹിഹായ ഹദീസിൽ വന്നതാണ്. സഹിഹ ഹദീസിൽ മാത്രമല്ല, ബുലൂഗുൽ അൽ മറാം എന്നുള്ള മൂസാനബി അടിച്ചു വന്നില്ലേ? മൂസാനബി ഒരു കിബിത്തി യുവാവിനെ അടിച്ചു വന്നില്ലേ? അല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? ഈ സ്ത്രീയുടെ മറ്റേ വയറില് മഴു കയറ്റുന്ന ഒരു ഹദീസാണ്. വേറെ ഹദീസിൽ കടാര കയറ്റി. എന്തായാലും കൊന്നപ്പോ ഇതിങ്ങനെ ഗർഭിണിക്ക് കൊന്നിട്ട് മറ്റേ കുട്ടിയെ പുറത്തെടുത്തുനിന്ന് കേട്ടപ്പോ നബിന്റെ ഈ വാർത്ത നബി കേട്ടിട്ട് നബി ഇങ്ങനെ കലി തുള്ളാണ്. എന്നിട്ട്
അവിടെ മറ്റേ സഭ കൂട്ടിയിട്ട് ഇയാളോട് ആരാണത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഇയാൾ എണീച്ചിട്ട് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു നബിയെ നിങ്ങളെ കളിയാക്കിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പൊ പറഞ്ഞു എന്നാ കുഴപ്പമില്ല പൊയ്ക്കോന്ന് പറഞ്ഞു. അല്ല അങ്ങനെ സംഭവം ഉണ്ട്. മറ്റേ ഹാഫിസ് അജർ അസ്കലാനിയെ മറ്റേ തള്ളിപ്പറയുന്ന ഒരു സുന്നി വിഭാഗവും ഇല്ല. പിന്നെ അത് ദാവൂദിലാണോ എന്ന് അറിയില്ല. ഇത് രണ്ട് ഗ്രന്ഥങ്ങളായിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സഹീഹായ ഹദീസാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ ആരും കണ്ടിട്ടില്ല ഈ സ്ത്രീ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അയാൾ പറയാന്ന്. അയാളുടെ അവിടെ സാക്ഷികളില്ല. അതേപോലെയാണ് നിങ്ങൾ ഈ പറയുന്നത് മംഗലാപുരത്തിൽ. അതിന് സാക്ഷികളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം, അയാളെ തല്ലിക്കൊന്നിട്ട് നിങ്ങൾ പറയണ ആ ഒരു രാജ്യദ്രോഹിയാണ്, പാകിസ്ഥാനെ ജയ് വിളിച്ചു അല്ലേ? ഹലോ പോയാ? അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോ എന്നിട്ട് അപ്പൊ അതാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ പോലീസുകാർക്ക് നിർവീകാരത. അവരിപ്പോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണത്തിനെ സസ്പെൻഡ് ചെയ്തു. ഒരു SI-നെയും 2 മറ്റേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഒരു മുസ്ലിമിന്റെ അടുത്തിട്ട് ദുബായിലാണെങ്കിൽ ഇത് സെയിം അപ്പുറത്താണ് പ്രശ്നം. ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതെ, ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ദുബായ് ജയിലിൽ അടി കൊണ്ടതും ഞാൻ, ശിക്ഷ ഏറ്റു വാങ്ങിയതും ഞാൻ. കാരണം എന്താ? അവിടെ മുസ്ലിങ്ങൾക്കാണ് അവിടെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ വ്യക്തിപരമായി ചോദിക്കാൻ പോലീസുകാരാണോ അടിച്ചത് അതോ അവിടുത്തെ ആൾക്കാർ അടിച്ച മറ്റേ ജയിലിലുള്ള ആൾക്കാർ. അപ്പോ പോലീസുകാർ എങ്ങനെ മലയാളീസ് അടിച്ചോ? മലയാളീസ് അല്ല, എല്ലാ രാജ്യക്കാരുണ്ട്. മലയാളി മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. എല്ലാ മുസ്ലിങ്ങളും മലയാളികളും അല്ലല്ല. അത് ഓക്കെ. അപ്പൊ എന്താട്ടെ, അപ്പൊ അടി കൊണ്ടത് ഞാൻ മറ്റേ ഇതാണ് നിങ്ങളിപ്പോ പറഞ്ഞില്ല. നിങ്ങൾക്ക് അതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ സാഹചര്യം. പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഇതേപോലെയാണ് ഒരു ഹിന്ദു മനസ്സിലാക്കുന്നത്. എതിർഭാഗത്ത് ആരാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗോത്രീയൻ, ഇതാണ് നമ്മൾ ഗോത്രീയത എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചാൽ ഒരാളെ തല്ലിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഒരു 100 പേരെ തല്ലിക്കൊന്നിട്ടുണ്ട്. അവനെയും ആ കൂട്ടം കൂടി തല്ലിക്കൊല്ലാനുള്ള യാതൊരു അധികാരവും ഇവിടെ ഇല്ല. അതിനാണ് കോടതി നിയമമൊക്കെ. അതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. ഇയാൾ ചെയ്ത തെറ്റെന്താണെന്നുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്താനുള്ള തരത്തിൽ കോടതിയിൽ മിനിറ്റ്സുകൾ വെച്ചിട്ട് കോടതിയിലെ രേഖകൾ ഉണ്ടാവും. എന്തിനാണ് ഇവനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവനെ ശിക്ഷിക്കുന്നത്, അതിന് തെളിവുകൾ വേണം. ഇപ്പൊ ഞാനിപ്പോ 100 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി നടക്കുന്ന സംഭവം. യുപിയില് അവിടെ അവരുടെ പശുമാതാവിനെ നിന്ദിച്ചതിന്റെ പേരിൽ മറ്റേ ഹിന്ദുക്കൾ കൊല്ലുന്നു. അതിനൊക്കെ ന്യായീകരിക്കാൻ, അതിനൊക്കെ എതിർക്കാനുള്ള അവകാശം അബ്ദുൽ ഖാദറിന്റെ. നിങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് പറയാം, തൊട്ടപ്പുറത്ത് പാകിസ്ഥാനില് നബി നിന്ദ എന്ന് പറഞ്ഞിട്ട് അനീതിക്കെതിരെ ശബ്ദിക്കാന്നുള്ള തൊട്ടപ്പുറത്ത് പാകിസ്ഥാനില് പാകിസ്ഥാൻ ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ചെയ്യപ്പെട്ട രാജ്യമായി വിശ്വാസക്കാരാണ്, അഭിപ്രായക്കാരാണ്. കാരണം ഇത്രയും ഭീകരന്മാരെ ഹെൽപ്പ് ചെയ്ത രാജ്യം ലോകത്ത് വേറെ ഇല്ല, ഇസ്രായേലില്ല. ഞാൻ പറഞ്ഞേക്ക് പാകിസ്ഥാൻ ചെയ്ത അതേ പ്രവൃത്തി നബിന്റെ ജീവിതത്തിലുണ്ട്. നബി മാതൃകയാണ് അവർ ചെയ്യുന്നത്, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. പറഞ്ഞേക്ക് സാഹചര്യം അങ്ങനെയാണ്. നബി മക്ക വിജയത്തിൽ നബിക്ക് എത്ര വധശിക്ഷ എല്ലാവർക്കും മാപ്പ് കൊടുക്കല്ലേ? എല്ലാവർക്കും മാപ്പ് കൊടുക്കല്ലേ? വിജയത്തിൽ വേണമെങ്കിൽ നബിക്ക് അതിനൊക്കെ പകരം വിട്ട പകരം വിട്ടു. എത്ര ആളോട് പകരം വിട്ടായിരുന്നു? നബി പകരം വിട്ടിട്ടുണ്ടല്ലോ. നബി ആരാ പറഞ്ഞു പകരം വിട്ടിട്ടില്ല? ആരോടും പകരം വിട്ടില്ല. ആർക്കും വധശിക്ഷ കൊടുത്തു, ആർക്കും വധശിക്ഷ കൊടുത്തില്ല. അത് കൊടും കുറ്റവാളികളായ 3 പേരെ ഒരുപാട് ആൾക്കാർ അത്ഭുതം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാല് ഹംസാർ വിഭാവനെ കൊന്ന വൈശി എന്ന് പറഞ്ഞിട്ട് ഒരു സാധിക്ക് മാപ്പ് കൊടുത്ത് അവര് മുസ്ലിം ആയതുകൊണ്ടല്ലേ? നബിനെ അത്രയും വേദനിപ്പിച്ചു. അല്ല, അവര് മുസ്ലിം ആയതുകൊണ്ടല്ലേ? മുസ്ലിം അല്ലാത്ത ആൾക്കാരൊക്കെ വെട്ടി. മൊക്കം ഫത്തഹിൽ പറഞ്ഞത് എന്താ? സൂറത്ത് തൗബയിലുള്ള ആയത്തുണ്ട് 9:5 തോന്നുന്നു. നിങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കണം. എന്തിന്? അവര് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ വിടണം. അതിനർത്ഥം എന്താ? നിസ്കരിക്കാൻ സക്കാത്ത് കൊടുക്കുന്ന അതിനർത്ഥം എന്താ?
അല്ല അത് വിശ്വാസിയോട് പറയുന്ന വചനല്ലേ, വിശ്വാസിയോട് പറയുന്ന വചനം. അല്ല, ഞാനിപ്പോ മറ്റേ ഇവിടെ എന്താണ് കോഴിക്കോട് അവളോട് മറ്റേ പറയാണ് ഒന്നുകിൽ നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്, അല്ല സക്കാത്ത് കൊടുക്കുക നിസ്കരിക്കുന്നവരും ചെയ്യുന്നവരൊക്കെ. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് അപേക്ഷയാണ്, നിങ്ങൾ ദയവേറ്റ് എന്ത് ചെയ്യാറ്, നിങ്ങൾ ഇസ്ലാം വിമർശിക്കുന്നതിന് നമുക്ക് വിരോധമില്ല. അല്ല, ദയവേറ്റ് നിങ്ങൾ ഇസ്ലാം അതിന്റെ അടിസ്ഥാനമായ കുറച്ച് ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഒന്നുകൂടി. അല്ല, ഞാൻ പറഞ്ഞേക്ക് എന്നോട് എനിക്ക് ഇസ്ലാമിനോട് ഞങ്ങൾ IPH അവിടെ ഇവിടെ ഇറാ സെന്ററിൽ ഒരു ലൈബ്രറി ഉണ്ട്, നിങ്ങൾ ദയവേറ്റ് അവിടെ. ഞാൻ ദുബായിൽ ലൈബ്രറി ഉണ്ട്, ഇതിനേക്കാളും വലിയ ലൈബ്രറി ഉണ്ട്, അതിൽ ഒരുപാട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, അതിന് വേറൊന്നുണ്ട് ഈ മറ്റേ ചില സലഫി മറ്റേ ഇവരെ യൂസുഫ് കർലാവ് ചെയ്ത് കിട്ടുമ്പോൾ ദുബായിന്റെ സത്തുകളെ വേറെ കാര്യം കാരണം അങ്ങനെ ഉണ്ട്. ദുബായ് രാജാക്കന്മാരെ പണ്ടിരുന്നല്ല പിന്നെ യൂസുഫ് കർലാവ് എന്നും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടം സൗദി അറേബ്യയാണോ മറ്റേ കേരളമാണോ, ഏതാണ് ഇഷ്ടം നിങ്ങൾക്ക് ജീവിക്കാൻ? എനിക്ക് കേരളമാണ്. എന്താണ് വാര്യം കൊണ്ടത്ത് കുഞ്ഞാമത് രാജ്യനോട് ബ്രിട്ടീഷുകാർ ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ സമരത്തിൽ പിൻവാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ രക്ഷപ്പെടാൻ അവസരം തരാണ്. അപ്പൊ ആര്യം എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പി ഉപ്പാപ്പാൽ ജനിച്ച് വളർന്ന മണ്ണത് എനിക്ക് ഇവിടെ കിടന്ന് വെച്ചു, എനിക്ക് മക്കത്തും പോണ്ട വൈകിട്ടും പോണ്ട. ആ ഒരു മറുപടി എനിക്കും പറയാനുള്ളൂ. ഇത് എന്റെ മണ്ണാണ്, ഈ മണ്ണ് കിടന്ന് വെച്ചു സൗദി മക്കത്തെ കാലാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പഴയ തലമുറ, എന്റെയും പഴയ തലമുറ ഒന്നും മറ്റേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ മറ്റേ ഖുറാൻ വായിച്ചു. അന്നൊന്നും ഖുറാനൊന്നും ഇല്ല. ചൈനക്കാരാണ് പേപ്പർ കണ്ടുപിടിച്ചത്. ഒരു 500 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ മറ്റേ തോലിലൊക്കെ എഴുതി വെച്ചത് അതെങ്കിലും ആരെങ്കിലും ഒരാൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പോ ഇവിടെ ആൾക്കാർ ഖുറാൻ വായിച്ചിട്ടോ ഹദീസ് വായിച്ചിട്ടൊന്നുമല്ല മുസ്ലിം ആയിട്ടുള്ളത്. ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടും മറ്റേ പല കാര്യങ്ങളിലും ഇങ്ങനെ അങ്ങ് മാറിപ്പോയതാണ്. ഇത് പിന്നെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ വാട്സപ്പിൽ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞേക്ക് എന്നിട്ട് കുറച്ചാൾക്കാർ സൗദി പോയപ്പോ പിന്നെ കച്ചവടം മറ്റേ എന്താണ് മടവൂർക്ക് കച്ചവടം വേണ്ട, പിന്നെ ഭീമാപ്പള്ളിക്ക് കച്ചവടം വേണ്ട, കച്ചവടം മൊത്തം സൗദിക്ക്. സൗദി ആ വകയിൽ ഒരു രൂപ പിരിക്കില്ല. മക്കയിൽ ചെന്നാല് നിങ്ങൾ അറമ്പിൽ കഴബയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പൈസ നമ്മൾ അവിടെ കൊടുക്കണ്ട. നമ്മളിവിടെ പോകാനുള്ള ഫ്ലൈറ്റിന് ചിലവ് മാത്രമേ ഉള്ളൂ, വേറെന്താ ചിലവുള്ളൂ. നിങ്ങളെ നാട് ഇത് സൗദിയിൽ ഫ്രീ ആണ്. എവിടെ ഫ്രീ? അവിടെ മറ്റേ ടെന്റിന് പൈസ കൊടുക്കണം, അതിന് പൈസ കൊടുക്കണം, എല്ലാത്തിനും പൈസ. അങ്ങനത്തെ വാടക അതൊക്കെ പ്രൈവറ്റ് അല്ലേ? മദീനയിൽ കയറുന്നതിനോ 10 പൈസ അതിനൊക്കെ ടാക്സ് ഉണ്ട്. ഞാൻ ഹജ്ജിന് പോയതാണ്. പോയിട്ട് ഹജ്ജിന്റെ സമയത്ത് മറ്റേ കെട്ടിടങ്ങൾക്കൊക്കെ ഭയങ്കര വാടകയാണ്. മാത്രമല്ല ഈ ബിസിനസിന്റെ ടാക്സ് പ്രൈവറ്റ് ബിൽഡിംഗ് ആണ്. സൗദിയിൽ നടത്തുന്ന ഏതൊരു ബിസിനസിന്റെയും 10% പാർട്ട്ണറാണ് ആര്? സൗദി ഗവൺമെന്റ്. എനിക്കറിയില്ല എത്ര ശതമാനമായിരിക്കും. ദുബായിലൊക്കെ 5% അതായത് ഹജ്ജായിട്ട് ബന്ധപ്പെട്ട് അവിടെ പള്ളിയിൽ കാബിന്റെ അടുത്തുള്ള കടകൾക്കൊക്കെ മറ്റേ ഹൈ ടാക്സിന്, അതായത് അവിടെ ഒരു മുമ്പ് പറഞ്ഞേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു ചോറിന് അത്ര 5 റിയാലായിരുന്നു. പക്ഷെ അവിടുന്ന് മറ്റേ ശബരിമല പോവാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങോട്ട് പൈസ ഇടണം അല്ലെ, കാണിക്കണം. അതുണ്ടാവും. പിന്നെ അവിടെ ഇത് വാങ്ങിക്കണം, അതിന് പൈസ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിച്ചാൽ ശബരിമലക്ക് ഒരാൾ വരും അങ്ങനെ പറഞ്ഞാൽ അതേപോലെ അവിടെ പൈസ ഒന്നും അവിടെ പിരിവില്ല ഞാൻ പറഞ്ഞത്. അവിടെ പള്ളി പിരിവില്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞേക്ക് ശബരിമലക്ക് ഒരാൾ വരുമ്പോ അതിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്താണെന്നറിയോ? ശബരിമല ഒരുത്തൻ പോകുമ്പോ ശബരിമലക്ക് ഒരുത്തൻ വരുമ്പോ അവൻ പെട്രോൾ അടിക്കും. അതിന്റെ വരുമാനം നികുതിയായിട്ട് കിട്ടും. അത് നമുക്ക് വരുന്നുണ്ട്. അവൻ ഭക്ഷണം കഴിക്കും. ഇതേ വരുമാനം തന്നെയാണ് മക്കയിലുള്ളവർ കിട്ടുന്നത്. മക്കയിലുള്ള അറബികൾക്കും മലയാളികൾക്കും കിട്ടുന്നത്. ആനുകൂല്യം കിട്ടുന്നില്ലേ? അപ്പൊ നമ്മളെന്ത് ചെയ്യാ? അവിടെ സ്വന്തം റൂം ഒഴിഞ്ഞെടുത്തിട്ട് മക്കയിൽ താമസിക്കുന്ന മലയാളികള് സ്വന്തം റൂം മക്ക ഹജ്ജ് സമയത്ത് ഒഴിഞ്ഞെടുത്ത് പൈസ ഉണ്ടാക്കുന്നു റോഡ് സൈഡിൽ കിടന്നിട്ട്. കമ്പനി എന്ന റൂമിലേക്ക് ആജിമാരെ കയറ്റും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? റോഡിൽ എവിടെയെങ്കിലും കഴിയും. അതിപ്പോ ആ നാട്ടുകാർക്കെല്ലാം കൊണ്ടത്. ഇപ്പൊ ശബരിമലന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലക്കാര് അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ശബരിമലയിൽ പത്തനംതിട്ട ജില്ലക്കാർക്ക് മാത്രമല്ല, ഞങ്ങള് മറ്റേ കാസർഗോഡ് കൂടി കുറെ മറ്റേ തെലുങ്കന്മാരൊക്കെ പോകും. ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലെ ഫ്ലൈറ്റ് കമ്പനികൾ പൈസ കിട്ടുന്നില്ല ഹജ്ജ് കൊണ്ട്. എത്ര കാലം ഇവിടെ ഇന്ത്യയിൽ എത്ര കാലം പൈസ ഗവൺമെന്റ് തന്നെ കിട്ടുന്നുണ്ട്.
അത് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കൂടുതൽ സൗദിക്കാർക്കാണ്, കൂടുതൽ സൗദിക്കാർക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ സാധനം ഉണ്ടാകുമ്പോൾ ആ രാജ്യക്കാർക്ക് എന്താ കിട്ടുക? അതൊന്നും ഒരു വിമർശിക്കാൻ. അപ്പൊ ഞാനെന്താ പറയുന്നത്, നമ്മൾ കൂടുതൽ ശബരിമലക്കാർ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ ഭീമാപ്പള്ളിനെ പ്രോത്സാഹിപ്പിക്കുക. അവിടെ മറ്റേ അള്ളഹാനോട് ചോദിച്ചാൽ ഒന്നാൻ കിട്ടൂല. ഭീമാപ്പള്ളിയിൽ ആരും മണവാട്ടി ബീവി, എന്തൊരു ബീവി, ആ ബീവിനോട് എന്റെ അടുത്ത് എന്റെ മക്ബർ ഉണ്ട്. അപ്പൊ ആളെ ഒന്നും കൂടി നമ്മള് പൊക്കി കൊടുക്കുക. അല്ല ഞാൻ പറഞ്ഞേക്കേ, അല്ല ഏത് പറഞ്ഞേക്ക്, അള്ളഹാനോട് ചോദിച്ചാലും മടവൂരിനോട് ചോദിച്ചാലും മറ്റേ കൃഷ്ണനോട് ചോദിച്ചാലും യേശുവിനോട് ചോദിച്ചാലും 10 പൈസ ഇട്ടില്ല. ഒരു 10 രൂപ താന്ന് പറഞ്ഞാൽ ആരും തരില്ല. തരുമോ? പൈസ അങ്ങനല്ല പൈസ തരാ. അള്ളാഹു അവിടെ നോട്ടടിച്ചിങ്ങനെ പിന്നെ എങ്ങനെയാണ്? പിന്നെ അള്ളാഹു സർവശക്തനാണ്. ഇത് അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. അദൃശ്യ കാര്യങ്ങളാണ്. നമുക്കൊരു പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം തന്നെ ആയിരിക്കണം. മദർസയെ പഠിച്ചിട്ട് വിശ്വാസം കൊണ്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കുക, പ്രപഞ്ചത്തിലേക്ക് നോക്കുക, നമുക്ക് മനസ്സിലാവും ഇതെന്തോ ഒരു സംഭവം ഇതിന് പിന്നിലുണ്ട്. വെറുതെ എന്താ ഈ സംഭവം അപ്പൊ ആരാണോ അത് നമ്മൾ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അത് വളരെ അതിനോട് 90% നീതി യുക്തമായ രീതിയിൽ അതിനെ നമ്മൾ മുന്നിൽ അവതരിപ്പിച്ച് എന്തെങ്കിലും പ്രവാചകനാണ്. അതായത് അത് അങ്ങനെ സംഭവം ഉണ്ട്. കാരണം അതിന്റെ രൂപഭാവം നമുക്ക് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹു കാലുണ്ട്, കൈയുണ്ട്, ഷൂസ് ഉണ്ട്, അദ്ദേഹം കയറ്റിയടിക്കും എന്നുള്ളൊരു കാര്യം പറയില്ല. അത് രൂപമൊന്നും പറയില്ല. അത് നിങ്ങൾക്ക് വിശ്വാസിയായ ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ നിങ്ങളെ സങ്കല്പം, അതൊക്കെ സങ്കല്പങ്ങൾ. സിംഹാസനം ഇരുന്നൂറ് അതിനകത്ത് നമ്മളൊരു കസാര ഉണ്ടാക്കിയിരുന്നില്ല. വിശാലമാക്കി തരാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചർച്ച കണ്ടാണ് ഇപ്പോൾ അതിലെ പരിപാടിയിലെ കബർ വിശാലമാക്കി കൊടുക്കണെന്ന് പറയാൻ. എങ്ങനെയാണ് വിശാലമാക്കുന്നത്? ആൾക്കാരെ ധാരണ കബർ വിശാലമാക്കുക അതല്ല. സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കണമെങ്കിലും പറയാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടിട്ടില്ല. അത് അദൃശ്യ കാര്യങ്ങളല്ലേ. യഥാർത്ഥ വിശ്വാസി പറഞ്ഞാൽ അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ യൂസുഫ് മറ്റേ നമ്മളെ പിന്നെ അഹമ്മദ് ഈദാത്തിനോട് അറിയാൻ പറ്റും. ലോകപ്രശസ്ത ഇസ്ലാമിന്റെ മരിച്ചുപോയി. ആ ശിഷ്യനാണ് ഇതാക്കിണ്ടാക്കി. അപ്പൊ അഹമ്മദ് ഈദാത്തിനോട് അന്നത്തെ കാലത്ത് വലിയൊരു യുക്തിവാദി ചോദിച്ചോളൂ, നിങ്ങള് പിന്നെ ഇവിടെ മരിച്ചു ചെന്നതിന് ശേഷം ഇങ്ങനെ സ്വർഗ്ഗമല്ല നരകമല്ല പ്രവാചി പറഞ്ഞൊക്കെ നുണയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നല്ല നിരാശ ഉണ്ടാവുക ചോദിച്ചു. അപ്പൊ അഹമ്മദ് തിരിച്ചും ചോദ്യം ചോദിച്ചു, നിങ്ങളിതൊന്നും ഇല്ലാന്ന് പറഞ്ഞിങ്ങാണ്ട് അവിടെ വന്നിട്ടുണ്ടാകുന്ന നിരാശന് അത്ര എനിക്ക് എന്തായാലും ഉണ്ടാവില്ല. കാരണം എനിക്ക് നഷ്ടപ്പെടാനില്ല. ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചു പോയെന്ന് മാത്രമേ. ഇതിപ്പോ പ്രാർത്ഥിക്കാത്ത ദൈവം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു നമ്മൾ തോന്നിയ ദിവസം കളിച്ച് അവിടെ ചെന്നും കണ്ട് ഇത് ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിട്ടേൺ ഇല്ല, കഴിഞ്ഞ കഥ. അതേസമയം നമ്മൾ ഇതൊക്കെ ചെയ്തും കണ്ട് പോയിട്ട് അഥവാ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ നിരാശ ഒന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞ് വിചാരിച്ചാൽ മതി. ആർക്കാ നിരാശ കൂടുതൽ വരാം? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാര്യമാണ്. നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാളാണ്, നല്ല സംസാര പാഠമുണ്ട്. എല്ലാം പറയാം. അപ്പൊ അത് നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അത് ഞാൻ ചിന്തിക്കാം. ഇതേ ചോദ്യം നിങ്ങളോട് ഹിന്ദുക്കളും മറ്റേ ക്രിസ്ത്യാനികളും ചോദിച്ചാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ മറ്റേ യേശുവും യഹോവയൊക്കെയാണ് യഥാർത്ഥ ദൈവം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങളും പെട്ടില്ലേ? അതിന് ഒരു നമ്മളെ വിശ്വാസത്തിൽ അതിന്റെ സാധ്യത കാണില്ല. കാരണം ഇത് മുഹമ്മദ് ഉണ്ടാക്കിയ മതമായിട്ടല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഖുർആന്റെ പൂർവ്വ പ്രവാചകന്മാരുടെ കഥകളൊന്നും ഉണ്ടാവില്ലോ. നമ്മൾ യാതൊന്നിനെയും യേശുവിനൊക്കെ അംഗീകരിച്ചാലാണ് മുസ്ലിം. അല്ലാതെ അങ്ങനെ മുസ്ലിം ആവും? അവർ അംഗീകരിച്ചാൽ നമ്മൾ മുസ്ലിം ആവുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ സത്യത്തിൽ ഇസ്ലാമാണ് ഏറ്റവും വിശാല മതം. കാരണം എന്താ പറയുക, എല്ലാ മതத்தைയും ഉൾക്കൊള്ളുന്നുണ്ട്. ക്രിസ്തുമതം ഉൾക്കൊണ്ട്, യൂതമതം ഉൾക്കൊണ്ട്, ഹിന്ദുമതം ഉണ്ട്. അന്ന് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് ചിലപ്പോൾ ഇവിടെയും പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊരു മതമായിട്ട് അന്ന് നിലവിലില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഗ്രന്ഥങ്ങൾ ഇറക്കി കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആയ ശേഷമാണ് ഗ്രന്ഥങ്ങൾ ഇറക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രവാചകന്മാർക്കൊന്നും ഗ്രന്ഥം കിട്ടിയില്ല, കിതാബൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ കുറച്ചുകൂടി നാഗരികമായ ജനങ്ങൾ വളർന്നപ്പോഴാണ് ഈ ഗ്രന്ഥരൂപത്തിൽ അത് അവസാന 4 പ്രവാചകന്മാർക്കാ കിട്ടിയും. ഒന്ന് യേശുവിനും, മോശക്കും, നബിയും, പിന്നെ ദാവൂദിനും. ഈ 4 പേർക്കാ കിട്ടി. അപ്പൊ കുറച്ച് നാഗരികമായി വളർന്നിട്ടില്ല പിന്നെ സംസ്കാരം. അതുകൊണ്ടാണ് അവർ ഗ്രന്ഥം കിട്ടിയത്. അപ്പൊ ആ നിലയ്ക്ക് ഹിന്ദുമതത്തിൽ സന്ധിക്കുന്ന വിചാരത്തിലുള്ള പ്രവാചകന്മാർക്ക് സാധനം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഹിന്ദുമതം ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ എല്ലാ മതം ഉൾക്കൊള്ളുന്ന ഒരു വിശാല മതമാണ് ഇസ്ലാം. ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനെന്താണ് ഇസ്ലാം വിട്ട് എനിക്ക് വർഗീയത ഇഷ്ടമല്ല. വർഗീയത ഇല്ലല്ലോ. അത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കണേ? നമുക്കാർക്ക് എനിക്ക് വർഗീയത ഉണ്ടോ? എന്റെ അയൽവാസികളൊക്കെ ഹിന്ദുക്കളാണ്. അള്ളാഹുവിന് വർഗീയതയില്ലേ? അള്ളാഹു 2 തരത്തിലാണ്. അള്ളാഹു 2 തരത്തിലാണ് മനുഷ്യരെ വിഭജിക്കുന്നത്, വിശ്വാസികള്, അവിശ്വാസികള്. അത്രേ ഉള്ളൂ. വേറെ വർഗീയം ഇല്ല. വിശ്വസിക്കാൻ പറഞ്ഞവർ വിശ്വസിച്ചാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈസാനബിന്റെ കാലത്തുള്ള ആളുകൾ അവിശ്വാസികളാണോ? അല്ല, അത് വിശ്വാസികളാണ്.
മോശയുടെ അനുയായികൾ ദൈവവിശ്വാസികളാണ്. അവരൊക്കെ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും അവിശ്വാസികളാണെങ്കിൽ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രവാചകനാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി വിശ്വസിക്കാത്തവർ ചിലപ്പോൾ അവിശ്വാസികളാണെങ്കിൽ അവിശ്വാസികളെ നരകത്തില് മറ്റേ സ്ഥിരമായിട്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്റെ വേറെ പ്രശ്നം അള്ളാഹു പറഞ്ഞാണ് ഞാൻ നീതിമാനാന്ന് പറയണ്ടല്ലോ. അപ്പൊ ചിലപ്പോ നീതി ഇപ്പൊ ഗാന്ധി ആയിരിക്കും. കാരണം എന്താ അള്ളാഹു പറഞ്ഞ മിനിറ്റ് പിന്നെ പറയുന്നുണ്ട് ഞാൻ കാരുണ്യവാനാണ്, നീതിമാനാണ്, പിന്നെ ഹൃദയമുള്ള അതൊക്കെ പറയുന്നുണ്ട്. കാരണം 99 വിശേഷണങ്ങളുണ്ട്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർഗീയതല്ല. അത് നിങ്ങൾ ചിന്തിക്കാൻ. എനിക്ക് വർഗീയതല്ലോ, എനിക്ക് ഒരാളെ എമ്പോർക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും കാരണം ആദമിന്റെയും അവയുടെയും മക്കളാണ്. നമ്മളൊക്കെ വാപ്പന്റെയും മക്കളാണ്. നമ്മൾ ബാക്കിയൊക്കെ അള്ള തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് വർഗീയതയില്ലെങ്കിൽ അപ്പുറത്തെ മറ്റേ രാമന്റെ മോനും മത്തായിന്റെ മോനും മോളെ കെട്ടിച്ചു കൊടുക്കും ഇല്ലല്ലോ? അല്ല അതിപ്പം അത് ഞാൻ വേറെന്നുണ്ട്. ക്രിസ്ത്യൻസിനൊക്കെ ഇഷ്ടമല്ലോ നമുക്ക്. ക്രിസ്ത്യൻ ജൂതന്മാരെ നമുക്ക് കല്യാണം ചെയ്യാം. ചെക്കന്മാർ കല്യാണം പെൺകുട്ടികൾ അങ്ങോട്ട് കൊടുക്കുന്നേ പറഞ്ഞുള്ളൂ. ചെക്കന്മാർക്ക് ഇന്ത്യയിൽ പറ്റില്ല. ക്രിസ്ത്യാനി ഞാൻ കൊടുക്കും. എന്റെ മോനെ ക്രിസ്ത്യാനി പെൺകുട്ടിയെ സ്നേഹിച്ചുകൊണ്ട് വെച്ച് ഞാൻ കൊടുക്കും. മോളെ കൊടുക്കൂല. മോളെ അങ്ങോട്ട് കൊടുക്കും. അതെന്താ വെച്ചാല് കുടുംബത്തിന്റെ പിന്നെ കൺട്രോള് അതുകൊണ്ട് അതങ്ങനെ അത് നമ്മളെ മക്കളെ ഹറാമായ മാർഗത്തിൽ നമ്മൾ നോക്കും. അത് കാരണം ഹറാമാകുന്നത് വർഗീയതല്ലേ? അതായത് മോളെ കെട്ടിച്ചു കൊടുക്കൂല. ദൈവനിശ്ചയം നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റേതങ്ങനല്ല. മറ്റേ ഇവന്റെ കൺട്രോളായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അവൾ വരാൻ സാധ്യതയുണ്ട്. ഇതങ്ങനല്ല. ഇത് അങ്ങോട്ട് പോയി പോലെ. അല്ല അതൊക്കെ നമ്മൾ വിശാലമായ ദൂരെ കാഴ്ചപ്പാടിലാണ് അതൊക്കെ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമെന്നെല്ലാം പറഞ്ഞത്. ഞാൻ പറയാം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്യുന്ന നിങ്ങളായാലും കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കൊടുക്കായിരിക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ മതവിശ്വാസികളാണല്ലോ. എനിക്കിപ്പോ എല്ലാവരും മറ്റേ ഒരുപോലെയാണ്. വർഗീയതൊന്നുമില്ല മിസ്റ്റർ കാദർബായി. വർഗീയതൊന്നുമില്ല. നിങ്ങൾ തോന്നലാണ്. നമുക്ക് വർഗീയൊന്നുമില്ല. ഞാനും മുസ്ലിമാണ്. ദൈവം ഇസ്ലാം പുറത്തുമ്പോൾ ഇസ്ലാമിന്റെ ഒരു രാജ്യമല്ല പറഞ്ഞു. ദൈവത്തിന്റെ രാജ്യം. ദൈവരാജ്യത്തിൽ വർഗീയതല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവരാജ്യമാണ്. അല്ലാതെ ഇസ്ലാം രാജ്യം മുസ്ലിം രാജ്യമല്ല. അങ്ങനെ രാജ്യമല്ല. മുസ്ലിങ്ങൾക്കായിട്ട് രാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ രാജ്യമാണ്. സൗദിയില് രാമന് രാജാവും. സൗദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യമൊന്നുമല്ല. രാമന്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ അവിടെ സിലബസ് ചേർത്താൻ നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. രാമന്റെ പഠിപ്പിക്കാൻ പോവാണ്. അതൊക്കെ അതൊക്കെ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഖുർആന്റെ സവിശേഷത ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ വെറും 100% മുസ്ലിങ്ങളുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകാലത്ത് ജീവിക്കേണ്ട ആളല്ല. ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നത്? അതായത് എന്താണ് സംഭവം? നമ്മൾ ഖുർആന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഹറാത്ത് ഗവൺമെന്റ് ആണെങ്കിലും ഏത് ക്രൂരന്മാരായ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിന്റെ കീഴിൽ നമുക്ക് നമ്മളെ വിശ്വാസം സംരക്ഷിച്ച് എങ്ങനെ നമ്മൾ സെൽഫ് കൺട്രോളിംഗ് എങ്ങനെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമാണ്. ഞാൻ നമ്മുടെ ഫിറോവിന്റെ കാലത്ത് മുസ്ലിങ്ങൾ ജീവിക്കാം. മോദി ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ജീവിക്കാം. ഇനി മാവോയിസത്തിന്റെ സ്റ്റാലിന്റെ കാലത്തൊക്കെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാം. അത് അതിനനുസരിച്ച് ഒരു ട്രിക്കാണ്. പക്ഷെ അതിന് നമ്മളെ വ്യക്തിത്വം അധികം വെക്കരുത്. അതിന് നമ്മൾ പരിശീലിപ്പിക്കുന്ന ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ. അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ 6 കൊല്ലം ജോലി ചെയ്ത ആളാണ്. ദുബായ് സമക്ക ബസ് സ്റ്റാൻഡ് അടുത്ത് നമ്മുടെ റൂം ഉണ്ടായിരുന്നു. 6 കൊല്ലം 7 കൊല്ലം അവിടെ ഓരോ ബിൽഡിങ്ങിലും 4, 5, 6 വേശാല ഉണ്ടായിട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ പോലും ഞാൻ പോയില്ല. കാരണം എന്നെ തടഞ്ഞത് എന്റെ ഗ്രന്ഥം. കാരണം അതേമാതിരി തന്നെ അവിടെ മയക്കുമരുന്ന് വെള്ളം ഉണ്ടാകും. എല്ലാ നിങ്ങൾ വേശ്യാല എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി എത്ര 11 പെണ്ണ് കിട്ടിയിട്ടുണ്ട്. വേശ്യാലം പോയിട്ട് ഇപ്പൊ മുഹമ്മദ് നബിന്റെ തൂട്ടി കൊട്ടുന്ന പ്രായം ഏറ്റവും സൂപ്പർ പ്രായം 25 വയസ്സാണ്. ആ 25 വയസ്സിൽ പ്രവാചകൻ കല്യാണം കഴിച്ചിട്ട് 40 വയസ്സിലൊക്കെ അതിജാണ്. മുഹമ്മദ് നബിന്റെ ബാക്കിയുള്ള പ്രായം കല്യാണം കംപ്ലീറ്റ് മദീനയിലെ ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ്. അതിന് ഓരോ ഭാഗത്തും ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മൾ വെറുതെ എന്തെങ്കിലും എല്ലാ ഭാഗത്തും ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. മുഹമ്മദ് നബിന്റെ സൗദ എന്ന് പറഞ്ഞ ഭാര്യന്റെ വയസ്സ് പറഞ്ഞ 60. ഒരു മോശക്കാരനാണെങ്കിൽ ഈ അബൂജഹലും കൂട്ടരും ഇതിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഈ ഞങ്ങളുടെ ആദർശം നീ നിന്റെ ആദർശം ഒഴിവാക്കി ഞങ്ങളോട് നിൽക്കുകയാണെങ്കിൽ മക്കത്തുള്ള ഞങ്ങൾക്ക് എത്ര നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളെ കമ്പനി കല്യാണം കഴിച്ചരാം. ഞങ്ങളെ നേതൃസ്ഥാനം അനുസരാം. ഞങ്ങളിവിടെ തന്നെ നാടുവായിട്ട് ഇതൊക്കെ മുന്നിലേക്ക് ഓഫറുകൾ. അതൊക്കെ നമ്മളെ ചരിത്രം പഠിക്കണം. അതൊക്കെ നിശ്ചയിച്ച ആളാണ്.
പിന്നെ പ്രവാചകൻ ഒരു ശ്രീലംബടനാണ്. എന്നാലും എന്തൊക്കെ മോശമായിട്ട് ആരിഫ് ഹുസൈനൊക്കെ പറഞ്ഞത്. ആരിഫ് ഹുസൈനെ വിട്. ആരിഫ് ഹുസൈൻ വേറെ ഞാൻ പറയാം. അതൊക്കെ പറഞ്ഞ ചരിത്രം മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മുടെ വങ്കത്തരം മാത്രമാണ് ഞാൻ പ്രവാചകൻ എന്ന വ്യക്തി ഞങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞേക്ക്, നിങ്ങൾ പറയുന്നത് മറ്റേ മുഹമ്മദ് നബി 40 വയസ്സ് വരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെ? അല്ല, മറ്റേ 25 അതാ പറയാ, ഒരു മനുഷ്യന്റെ ഏറ്റവും സൂപ്പർ പ്രായത്തിൽ 40 വയസ്സുള്ള വിധവനാണ് കല്യാണം കഴിച്ചത്. അത് സാമത്രാന്തരാണെങ്കിൽ പ്രവാചകന് 10-50 പെണ്ണുങ്ങൾക്ക് അവിടെ മാറ്റുണ്ടാക്കണം. അതന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് നിങ്ങൾ പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, നിങ്ങൾക്ക് ഒരു അംബാനിന്റെ മോളെ ഒരു കല്യാണാലോചന വരികയാണെങ്കിൽ അംബാനിന്റെ മോളെ പ്രായം നോക്കും, അംബാനിന്റെ മോളെ പൈസ നോക്കും നിങ്ങൾ? അത് യാദൃശ്യമായ സംഭവം. മുഹമ്മദ് നബി അങ്ങോട്ട് പോയി പറഞ്ഞൊന്നല്ല. അങ്ങോട്ട് പോയ സത്യസന്ധമായി അങ്ങനല്ല. ഖദീജയുടെ കച്ചവട ചരക്കുകൾ സത്യസന്ധമായി മുഹമ്മദ് നബി കൊണ്ടുപോയി വിറ്റ് കൊടുത്തപ്പോൾ മുഹമ്മദ് നബിന്റെ ഒരു ആകർഷണം തോന്നി അങ്ങോട്ട് പ്രപ്പോസൽ വെക്കാണ്. ആ ഒരു മുഹമ്മദിൻ ഒരു പാട്ടൊക്കെ ഉണ്ട്, അങ്ങനൊന്ന് കേട്ടാ. പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനോട് ഒരു മറ്റേ അപ്പൊ സ്വാധീനമില്ല, പണവുമില്ല, ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കണം. അതായത് മക്കയിലെ വലിയ ബിസിനസ് വുമണായ ഒരു സ്ത്രീ, മറ്റേ മുഹമ്മദ് നബിക്ക് അത് ലോട്ടറിയാണ്. ആ ലോട്ടറി മുഹമ്മദ് നബി നിങ്ങൾ അതിനെയും വളച്ചൊടിക്കുന്ന വക്രീകരിക്കുന്നത് ശരിയല്ല. കാരണം അതാണ് സത്യം. ഖദീജയുടെ ബാപ്പ, അതായത് ഖദീജയുടെ ബാപ്പ എതിർത്ത് ഖുബൈൽ, എന്തായിരുന്നു വീരൻ ഖുബൈൽ എന്നാണ് പേര്. അയാൾ പറഞ്ഞു, നീ എന്ത് ചെയ്യാ, യാതൊരു അഡ്രസ് ഇല്ലാത്ത എത്തിയും അനാഥയായ ഒരു നീ ആരാണ് ഇവിടുത്തെ? അതൊക്കെ ബാപ്പ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഖദീജയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പറയുന്നതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും സ്വാധീനമുള്ള ഒരാൾക്ക് മറ്റേ മുഹമ്മദ് നബി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുഹമ്മദ് നബിക്ക് കിട്ടിയ ലോട്ടറിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെ മുഹമ്മദ് നബി അപ്പൊ വേറെ മക്കത്ത് മുഹമ്മദ് നബിക്ക് സ്വാധീനമില്ല, പൈസയില്ല. പറഞ്ഞേക്ക് അല്ല, ഇതാണ് ന്യായം. മുഹമ്മദ് നബിക്ക് അപ്പൊ വേറെ കല്യാണം കഴിച്ചാല് ഉള്ള അന്നം മുടങ്ങും. അപ്പൊ പിന്നെ വേറെ ആ പണിക്ക് നിൽക്കൂല. മദീനയിലെത്തിയപ്പോ എന്തായി? മദീനയിലെത്തിയപ്പോ അധികാരം വന്നു, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ വന്നു. മുഹമ്മദ് നബിക്ക് ഓഫർ വെച്ചാണ് ഈ 40-ാമത്തെ വയസ്സിൽ അതൊന്നും സഹിഹായ ഹദീസുകളില്ല. ഞങ്ങൾക്ക് ലിങ്ക് വിട്ടു, ഞങ്ങൾക്ക് കിതാബ് നിർത്ത് വായിക്കുന്നു. വിധിവിലക്കൽ എന്ന പുസ്തകം സഹിഹായ ഹദീസുകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഇതേ മുഹമ്മദ് നബി മറ്റേ വിധവാ സംരക്ഷണത്തിന് വേണ്ടി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സ്വന്തം മരുമകൻ അലി 2ാം കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ മദീനന്റെ മറ്റേ മിമ്പറിൽ കേറിയിട്ട് മറ്റേ വിറ കൊള്ളുകയാണ്. എന്റെ മോളും വേറെ എന്ത് ശത്രുവിന്റെ മോളും ഒരു കൂരക്ക് കീഴിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ സഫിയാര ഹുയൈൻ നബീന്റെ ശത്രുവിന്റെ മോളല്ലേ? ഇതൊക്കെ ഹദീസുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഈ ഹദീസൊക്കെ ഞാൻ തരാം. അപ്പോ മറ്റേ ചരിത്രം മുസ്ലിങ്ങൾ എഴുതിയ വേണ്ട, ക്രിസ്ത്യാനികളും എഴുതിയ ചരിത്രം കണ്ട് ഞാൻ പ്രവാചകന്റെ ചരിത്രം വേണ്ട, യഥാർത്ഥ ഹദീസുകൾ ഇതൊന്ന് വായിക്കും. സർവത്ത് സൗലത്തിന്റെ ഇസ്ലാമിക സംഗ്രഹിത ചരിത്രം ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ മറ്റേ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഷിയാ സുന്നി പ്രശ്നം. അതെങ്ങനെ നമ്മൾ പരിഹരിക്കുക? രാഷ്ട്രീയമൊന്നുമല്ല, അത് നബി മരിച്ചത് മുതൽ പ്രവാചകന്റെ പൈതൃകം, അതായത് നബിക്ക് ശേഷം ഖിലാഫത്ത് കിട്ടേണ്ട അരിക്കാന്ന് വിശ്വസിച്ച, അതിപ്പോ അരിക്ക് വന്ന ഖിലാഫത്ത് നബി തട്ടിയെടുത്താന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന ഷിയാക്കള് വരെ അതറിയോ? ഇറാഖിൽ വെച്ച് ആള് മാറിപ്പോയെന്ന് സുന്നികളെ വിശ്വസിക്കുന്ന കാര്യം പറയാം. മറ്റേ ഫാത്തിമ മരിച്ചപ്പോ മറ്റേ അത് ഉമറും അബൂബക്കറും ഉസ്മാനും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്കറിയോ? മദീനയിൽ സഹാബാക്കളെന്ന് വിളിക്കാത്ത രാത്രിക്ക് രാത്രി ആരോടും പറയാതെ ഒറ്റ മറ്റേ കൂരാക്കൂരി ഇരുട്ടിൽ മറവ് ചെയ്തു. എന്നിട്ട് ഒറ്റക്ക് മറ്റേ മയ്യത്ത് നിസ്കരിച്ചു അലി. അതറിയോ? ആ ചരിത്രം നിങ്ങൾക്കറിയോ? നബി മരിച്ചപ്പോ അല്ലല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഒന്നല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ അല്ല, അതൊന്നുമല്ല. നിങ്ങളുടെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന ബുഖാരി കൊണ്ടുവന്നാൽ ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ഇസ്ലാം മനസ്സിലാക്കുന്ന എന്റെ അഭിപ്രായം
മുജാഹിദ് അല്ല, നിങ്ങൾ മറ്റേ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലെ നിങ്ങളുടെ ബുഖാരി കൊണ്ടുവന്നാൽ യൂറോപ്പിലെ ഒരു മതമാറ്റത്തിന്റെ ചെറിയ സംഭവങ്ങൾ അറിഞ്ഞിട്ടും അറിയില്ല. ഒരു ഡച്ച് പാർലമെന്റേറിയനാണ് അദ്ദേഹം. അല്ലല്ല, നമ്മള് ഡച്ച് പാർലമെന്റ് ആണോ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഞാൻ പറയട്ടെ, ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ. അതായത് അദ്ദേഹം ഇസ്ലാമിനെ യൂറോപ്പിൽ നിരോധിക്കണമെന്നും മിനാര നിരോധിക്കണം, ബാങ്ക് നിരോധിക്കണം, പർദ്ദ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി. ആ ലേബലിൽ സംഘടന ശക്തിപ്പെട്ട് നെതർലാൻഡ് പാർലമെന്റ് മത്സരിച്ച് 4 സീറ്റൊക്കെ ഇസ്ലാമിനെതിരെ ഭയങ്കരമായ ഒരു പുസ്തകം തീരുമാനിച്ചു. പുസ്തകം എഴുതി പകുതിയാകുമ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് പത്രക്കാരെ വെച്ച് നിങ്ങൾ ആ പുസ്തകം ഇവിടെ വെച്ച് ആ പുസ്തകം ഞാൻ ചവറ്റുവട്ടയിലിട്ട് വേണമെങ്കിൽ ഭയത്തോട് ചോദിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ ഇസ്ലാമിനെതിരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഞാനിപ്പോ നിങ്ങളോട് ഹദീസ് മറ്റേ ബുഖാരിയിലുള്ള ഹദീസാ പറഞ്ഞത്. ഞാൻ ടച്ചുകാരന്റെ കാര്യമൊന്നുമല്ല, ബുഖാരിയിലുള്ള ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഒരു സഹിഹായ ഹദീസ് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖാദറും നിങ്ങളെ പേരെന്താണെന്നറിയില്ല, നമ്മളൊക്കെ കാഫിര്യങ്ങളായി. അറിയോ അത്? സഹിഹായ ഹദീസ് നിഷേധിക്കാൻ മുസ്ലിമിന് അധികാരമില്ല. ഖുറാന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഖുറാൻ ഒന്നുകൂടി വായിക്കുക, അതിന്റെ അർത്ഥം സാരാംശം മനസ്സിലാക്കുക. ഖുറാൻ ഭാഷയുണ്ട്. ഖുറാൻ ഭാഷ മൗലാന അബുൽ കലാം മൗലൂദിന്റെ തഫ്സീറുൽ ഖുറാൻ എന്ന് പറഞ്ഞ ഖുറാൻ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം ഖുറാന്റെ ഖുറാനിൽ നിങ്ങൾ സൂറത്തുൽ അഹ്സാബ് വായിച്ചാൽ മതി. ലാ യഹില്ലു ലക നിസാ മിൻ ബഅദ് വലാ അൻ തബദ്ദല ബിഹിന്ന മിനൽ അസ്വാജ്. അങ്ങനെ ഖുറാൻ മനസ്സിലാക്കേണ്ട അതിന്റെ ഇറങ്ങിയ ഖുറാൻ തന്നെയാണ് മറ്റേ വായിക്കാം. തഫ്സീറുൽ ഖുറാൻ, അതായത് ഖുറാൻ ഭാഷ. ആ ഖുറാനിൽ നിങ്ങൾ തന്നെ വായിക്കും. 30, 50, 50, 52, 53 മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ വർഗീയതക്കെതിരെയും ഉള്ള പോരാട്ടം തുടരുക. അതൊക്കെ നിങ്ങളോട് വർഗീയതക്കെതിരെ സംഘി യുക്തിവാദികളാണ് ഇപ്പൊ കേരളത്തിന് ശാപം. പ്രതീഷ് ലിസ്നാദിനെക്കാളും തീവ്രം പിന്നെ ഭീകരനാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ. അപ്പൊ അവരെ പോലുള്ള ആളുകൾ പറഞ്ഞേക്ക് മറ്റേ ദുബായ് ജയിലില് അവിടെ മറ്റേ ഈ ക്രിസ്ത്യാനികൾ ആഫ്രിക്കക്കാരൊക്കെ അവരൊക്കെ തല്ലാൻ പോകുമ്പോ ഞാൻ പോയിട്ട് എതിർക്കും. അറബികളല്ലേ ക്രിസ്ത്യാനികൾ നമ്മുടെ നാടാണെന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെയുള്ള സംഖ്യകൾക്ക് ഉണ്ടാകുന്ന അതേ ഹുങ്കും അഹങ്കാരവും അവിടുത്തെ അറബികൾക്ക് ഉണ്ടാവും, മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോഴും ഞാൻ പോയിട്ട് എതിര് നിൽക്കും. അത് ഇസ്ലാമിനെതിരെ മാത്രമല്ല എന്റെ വേറെ പ്രശ്നം റേഞ്ച് പോയി. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല. ഞാൻ പുറത്തെവിടെ ബീച്ചിലൊക്കെ പോണ സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാം.